നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം ആശങ്കയിൽ. 1987 റഷ്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച ആണവ കരാറിൽ നിന്ന് റഷ്യ പിൻവലിഞ്ഞു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക അതിശക്തമായ സമ്മർദ്ദമാണ് പുതിനുമേൽ ഇപ്പോൾ ചെലുത്തുന്നത്. അതിനിടയിലാണ് റഷ്യയുടെ പുതിയ പ്രഖ്യാപനം. വേണ്ടിവന്നാൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് തങ്ങൾ ഇറങ്ങിത്തിരിക്കുമെന്ന ഭാവമാണ് ഇപ്പോൾ റഷ്യയ്ക്ക് സമീപം 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഉത്തരവിട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ റഷ്യയുടെ അതിശക്തമായ നീക്കം. ഹ്രസ്വദൂര മധ്യദൂരം ആണവ മിസൈലുകൾ വിന്യസിക്കുന്നതിനുള്ള ഒരു മൊറട്ടോറിയമായിരുന്നു INF ഉടമ്പടി. യുഎസും റഷ്യയുടെ മുൻഗാമിയായിരുന്ന സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടി കരാർ. സോവിയറ്റ് കാലഘട്ടത്തിലെ ഉടമ്പടി പാലിക്കാൻ ഇനി തങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് പുതിൻ പറയുന്നു. മുൻപ് സ്വയം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇനി ഞങ്ങൾ പാലിക്കേണ്ടതില്ല. യൂറോപ്പിലും ഏഷ്യ പസഫിക് മേഖലയിലും യുഎസിന്റെ മധ്യദൂര ഹ്രസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് സമാനമായ ആയുധങ്ങൾ വിന്യസിക്കാൻ തങ്ങളും നിർബന്ധിതരായി എന്ന് റഷ്യ പറയുന്നു. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയ മൊറട്ടോറിയം ഞങ്ങൾ നിലനിർത്തേണ്ട സാഹചര്യങ്ങളില്ല. നേരത്തെ റഷ്യ ഉടമ്പടി പാലിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി 2019 യുഎസ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിരുന്നു. പിന്നാലെ യുഎസ് അത്തരം ആയുധങ്ങൾ മേഖലയിൽ വിന്യസിക്കുന്നില്ല എങ്കിൽ ഞങ്ങളും വിന്യസിക്കില്ല എന്ന നിലപാടായിരുന്നു റഷ്യ കൈക്കൊണ്ടത്. അതിൽ നിന്നാണ് ഇപ്പോൾ റഷ്യ പിന്നോക്കം പോയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ മിസൈലുകൾ വിന്യസിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണി സൃഷ്ടിക്കുന്നുവെന്ന് റഷ്യ കരുതുന്നു. മറുവശത്ത് നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കെതിരെ കൂടുതൽ ശക്തമായ യുദ്ധത്തിന് ഇപ്പോൾ കോപ്പുകൂട്ടുന്നു. ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുതിനും തമ്മിലുള്ള ആ ബന്ധത്തിന് വലിയ വിള്ളലുകൾ വീണു. രണ്ടുപേരും നേർക്കുനേർ പൊരുതാനൊരുക്കുന്ന യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പലവട്ടമാണ് റഷ്യയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയത്. എന്നാൽ ഇതൊന്നും പാലിക്കാൻ റഷ്യ തയ്യാറായില്ല. ഇതോടെ ലോക സമൂഹത്തിന് മുന്നിൽ ഡൊണാൾഡ് ട്രംപ് പരിഹാസ്യനായി. എന്താണ് ട്രംപിനും പുതിനുമിടയിൽ സംഭവിച്ചത്? റഷ്യക്കെതിരെ ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്ക തൊടുക്കുന്നത്. ഇത് ആത്യന്തികമായി ഒരു ലോകയുദ്ധത്തിൽ കലാശിക്കുമോ? റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിനെ അമേരിക്ക ചോദ്യം ചെയ്യുന്നതും അമേരിക്കയുടെ ഏകാധിപത്യ ശൈലിയെ ചില ലോകരാജ്യങ്ങൾ നേരിടുന്നതിന് തൊട്ടു പിന്നാലെയാണ്. ട്രംപ് പ്രസിഡന്റായി 2ാം തവണ അധികാരമേറ്റതിൻ്റെ ആദ്യ ആഴ്ചകളിൽ മോസ്കോയും വാഷിംഗ്ടണും ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്ന അപൂർവമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മുൻപ് ജോ ബൈഡന്റെ കാലഘട്ടത്തിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനൊപ്പം ശക്തമായി നിലകൊണ്ടിരുന്നു അമേരിക്ക. അമേരിക്കൻ പ്രസിഡന്റ് കസേരയിൽ 2ാമതെത്തിയ ഡൊണാൾഡ് ട്രംപ് യുക്രൈനുള്ള പ്രതിരോധ സഹായങ്ങൾ വെട്ടിച്ചുരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. യുക്രൈന് നേർക്ക് റഷ്യ നടത്തുന്ന ആക്രമണത്തെ അപലപിച്ച യൂറോപ്യൻ യൂണിയൻ തയ്യാറാക്കിയ ഒരു പ്രമേയത്തെ എതിർത്തുകൊണ്ട് ഇതിനിടയിൽ അമേരിക്ക രംഗത്തെത്തി. ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക റഷ്യയ്ക്ക് പിന്തുണ നൽകുന്നുവോ എന്ന് ലോകരാജ്യങ്ങൾ സംശയിച്ചു. പിന്നീടൊരു ടെലിഫോൺ സംഭാഷണത്തിൽ പുതിനും ട്രംപും തമ്മിൽ സൗഹൃദം പങ്കുവയ്ക്കുന്നതും ലോകരാജ്യങ്ങൾ വലിയ വാർത്തയായി സ്വീകരിച്ചു. പുതിൻ ട്രംപ് ഒച്ചുകൂടി ഏത് സമയം വേണമെങ്കിലും സംഭവിക്കാം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ വളരുന്നു. അമേരിക്ക തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തി റഷ്യയുമായി ഒരു സമവായത്തിനൊരുങ്ങുന്നു എന്ന വാർത്തകളാണ് അന്ന് ലോകം നിറച്ചത്. മറുവശത്ത് ട്രംപ് ഭരണകൂടം അന്ന് മോസ്കോയ്ക്കുമേലല്ല യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈന് മേൽ സമ്മർദ്ദം ചെലുത്തി. വ്ളാദിമിർ അമേരിക്ക സന്ദർശിച്ചപ്പോൾ ട്രംപ് അദ്ദേഹത്തെ പരിഹസിച്ചു വിടുന്നതും ലോകം കണ്ടു. പ്രസംഗങ്ങളിലും TV അഭിമുഖങ്ങളിലുമൊക്കെ ട്രംപ് മാത്രമല്ല അദ്ദേഹത്തിനൊപ്പമുള്ള ടീമും യുക്രൈനെതിരായ പ്രസ്താവനകൾ തൊടുത്തുകൊണ്ടിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുതിനും ട്രംപും തമ്മിലുള്ള അസാധാരണ ബന്ധങ്ങളെക്കുറിച്ചായി പിന്നീടുള്ള വാർത്തകൾ. ട്രംപിസ്റ്റുകൾ പൊതുവെ വിപ്ലവകാരികളാണ്. അതുകൊണ്ട് തന്നെ പുതിയ ലോകക്രമം നടപ്പിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്ന തോന്നൽ. മറുവശത്ത് ചൈനയെ ഒറ്റപ്പെടുത്താൻ ഒരുപക്ഷെ അമേരിക്ക റഷ്യയെ കൂടെ നിർത്തുന്നതാവും എന്നും വാർത്താമാധ്യമങ്ങൾ വിശകലനം ചെയ്തു. ഭൗമ രാഷ്ട്രീയമായി ഒരു പുതിയ സഖ്യത്തെക്കുറിച്ച് ചിലർ സ്വപ്നം കണ്ടു. ട്രംപിസം ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധത്തെ പൂർണ്ണതോതിൽ ബാധിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് പിന്നീട് റഷ്യയുടെ ഒരു പതിവ് സന്ദർശകനായി മാറി. വെറും 2 മാസത്തിനുള്ളിൽ അദ്ദേഹം അവിടെ നടത്തിയത് 4 സന്ദർശനങ്ങൾ. വ്ളാദിമിർ പുതിനുമായി സ്റ്റീവ് വിറ്റ്കോഫ് നടത്തിയ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ. ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൗസിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിനായി ക്രെംലിൻ നേതാവ് അദ്ദേഹത്തിന് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഛായാചിത്രവും സമ്മാനിക്കുന്നു. മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സമാധാന ദൂതനെ പോലെ ചില പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്നു.
ഒരു സമാധാന കരാറിൽ പുതിൻ ഒപ്പുവെക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. യുദ്ധക്കളത്തിൽ റഷ്യ മുൻകൈയെടുത്ത് ആത്മവിശ്വാസം തുളുമ്പുന്ന ഒരു വെടിനിർത്തൽ കരാർ, ഇതായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചത്. പ്രശ്നപരിഹാരത്തിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മോസ്കോ പറഞ്ഞു. പക്ഷേ തങ്ങൾ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ റഷ്യയ്ക്ക് തന്നെ വേണം. തുടക്കത്തിൽ ഇക്കാര്യത്തിൽ അനുകൂല സമീപനമാണ് ട്രംപ് സ്വീകരിച്ചത്. എന്നാൽ പൊതുവെ അമേരിക്കൻ മനസ്സുകൾ ട്രംപിനൊപ്പമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതോടെ റഷ്യക്കെതിരെ കടുത്ത നടപടികളിലേക്ക് ട്രംപ് തിരിഞ്ഞു. പലപ്പോഴും ട്രംപ് റഷ്യയ്ക്ക് ചില അന്ത്യശാസനങ്ങൾ നൽകി, തീയതികളുടെയും ദിവസങ്ങളുടെയും കാര്യത്തിൽ. അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളിയ റഷ്യയ്ക്ക് മുന്നിൽ ട്രംപ് പരിഹാസ്യനായി തീർന്നു അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ. യുക്രൈനികളുടെ യുദ്ധവീര്യത്തിന് മുന്നിലും ഡൊണാൾഡ് ട്രംപ് ഒട്ടൊന്ന് പതറി. ഒടുവിൽ കഴിഞ്ഞ മാസം ട്രംപ് പുതിന് യുദ്ധം അവസാനിപ്പിക്കാൻ നൽകിയത് 50 ദിവസത്തെ അന്ത്യശാസനം ഏറെക്കുറെ അവസാനിച്ചു. ഒടുവിലിത ഉപരോധങ്ങളും തീരുവകളും ഏർപ്പെടുത്തുമെന്ന് റഷ്യയെ ഭയപ്പെടുത്തുന്നു. എന്നാൽ ഇന്ത്യയുടെ 40% ക്രൂഡ് ഓയിൽ ഇറക്കുമതി എന്നത് റഷ്യയെ സംബന്ധിച്ചൊരു പിടിവള്ളിയാണ്. അതാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് റഷ്യ യുദ്ധം ചെയ്യുന്നത് ഇന്ത്യ നൽകുന്ന പണത്തിൻ്റെ ബലത്തിലെന്ന്. ഡൊണാൾഡ് ട്രംപ് നിരവധി സമയപരിധികൾ മാറ്റിവെക്കുന്നു. അദ്ദേഹം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു. പുതിൻ അദ്ദേഹത്തെ ഒട്ടും ഗൗരവത്തോടെ എടുക്കുന്നില്ല. ഇതോടെ ട്രംപ് തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തി. ശക്തമായ സന്ദേശമാണ് പിന്നീട് ട്രംപ് പുതിന് കൈമാറിയത്. അടിയന്തരമായി യുദ്ധം നിർത്തുക, അല്ലെങ്കിൽ അമേരിക്ക കൂടുതൽ സഹായവുമായി യുക്രൈനൊപ്പമെത്തും. റഷ്യയെ സംബന്ധിച്ച് കൂടുതൽ കാലം യുദ്ധം ചെയ്യുക എന്ന നയപരമായ സമീപനമാണ് അവർ കൈക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ക്ഷീണിതരാണ് എന്ന് റഷ്യൻ സൈനികർ പറയുമ്പോഴും ദീർഘകാല യുദ്ധത്തിലൂടെ യുക്രൈനെ മുട്ടുകുത്തിക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. തന്നെ ഒരു മികച്ച ഇടപാടുകാരനായി, കച്ചവടക്കാരനായി ഡൊണാൾഡ് ട്രംപ് കാണുന്നു. എന്നാൽ റഷ്യയുടെ പുതിൻ ഇത്തരമൊരു നീക്കത്തെ അനുകൂലിക്കുന്നില്ല. ഗത്യന്തരമില്ലാതെ റഷ്യക്കെതിരെ ആണവ അന്തർവാഹിനികൾ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് അമേരിക്ക ഭയത്തിൻ്റെ ഒരു ലോകം സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ അവിടെയും ശക്തമായ സൈനിക വിന്യാസത്തിലൂടെ ഇപ്പോൾ നേർക്കുനേർ പൊരുതാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് റഷ്യ ആവർത്തിക്കുന്നു. റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ ഇതുവരെ പൂർണ്ണതോതിൽ വിജയിക്കുന്നില്ല. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ പ്രകൃതിവാതക ഇറക്കുമതിയിൽ വന്ന കുറവിൽ വലിയ ഞെട്ടലിലാണ്. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപ് ഒരു കരാർ ആഗ്രഹിക്കുന്നു, മറുവശത്ത് വ്ളാദിമിർ പുതിൻ വിജയം ആഗ്രഹിക്കുന്നു. ഇവയ്ക്കിടയിൽ ലോകമൊരു വലിയ യുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ഭയം. ശക്തമായ സൈനിക വിന്യാസമാണ് അമേരിക്കയും നാറ്റോ സഖ്യരാജ്യങ്ങളുമൊക്കെ ഒരുക്കുന്നത്. മറുവശത്ത് റഷ്യ അനുകൂലിക്കുന്ന ചില രാജ്യങ്ങൾ രഹസ്യമായി റഷ്യയ്ക്ക് പിന്തുണ ആവർത്തിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകം ഇന്ത്യയുടെ നിലപാടുകൾ തന്നെയാണ്. പൂർണ്ണതോതിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യ ആർക്കൊപ്പം നിൽക്കും? ഇന്ത്യയെ സംബന്ധിച്ച് പഴയ ചേരിചേരാ നയത്തിൽ നിന്നും പ്രതിരോധ ഉടമ്പടികളുടെ കാര്യത്തിൽ റഷ്യയോട് കൂടുതൽ അടുപ്പം പുലർത്തുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ. അമേരിക്കയും റഷ്യയും നേർക്കുനേർ നിൽക്കുമ്പോൾ ലോകം ഭയപ്പെടുന്നതും അതുതന്നെ. ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധം അതാരംഭിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. മറ്റൊരു ലോകയുദ്ധത്തിന് അത് കാരണവുമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.